നല്ലൊരു ഓഫറാണ് കൊടുക്കാനുള്ളത്. 1 ലക്ഷം രൂപ മണവാളൻ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാല് 3 ലക്ഷം രൂപ. ഇതിൽ ആരോട് വേണമെന്നുണ്ടെങ്കിലും മണവാളിനെ സെലക്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യാം. ഇവരായിട്ട് ഫൈറ്റ് ചെയ്താൽ ഇതൊരിക്കലും ഒരു ഇതല്ല. MMA എന്താണെന്ന് ജനങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. മണവാളിന്റെ ഫൈറ്റിന് ശേഷം ഒരുപാട് ആളുകൾ ഇത് MMA അല്ലെങ്കിൽ കിക്ക് ബോക്സിംഗ് അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും മണവാളിൻ്റെ കാര്യം ഓരോ ദിവസം കൂടുന്തോറും ഓരോ ഇഷ്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് വന്ന് ചലഞ്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദാണ്ട് ഇവർ വരെ വന്നിട്ടുണ്ട്. റിയലായിട്ട് ഇവർക്കൊക്കെ MMA അറിയാം, ഇവരൂടെ മത്സരിക്കണം. കാരണം മണവാളം കാരണം കുറേയധികം MMA ചെയ്യുന്നവർക്കൊക്കെ ഡൗട്ടുണ്ട്. കാരണം ഇതാണോ യഥാർത്ഥത്തിൽ അതോ ഫേക്കാണോ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം പുതിയൊരു ടീം വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിവിടെ ഫൈറ്റ് ചെയ്യണം, ഞങ്ങളിവിടെ ഫൈറ്റ് ചെയ്ത് ജയിച്ചാൽ യഥാർത്ഥ MMA ഫൈറ്ററാന്നൊക്കെ ഞങ്ങൾ പറയത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇത് കാണിക്കുന്നതൊക്കെ നുണയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിനിടയിലൊക്കെ കുറേ MMA ഫൈറ്റൊക്കെ ഈ ഒരു മണവാളൻ ചെയ്തത് ഫേക്കാണെന്നും അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈറ്റ് ചെയ്തൊരു വ്യക്തിക്ക് അത്രയ്ക്ക് ഫൈറ്റൊന്നും അറിയത്തില്ല, ചുമ്മാ ഇത് കാണിക്കാൻ വേണ്ടി നടത്തിയതാണെന്നുള്ള രീതിയിലൊക്കെ ഒരു ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മണവാള ഇതിന് സമ്മതിക്കുമെന്ന് അറിയത്തില്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വ്യക്തി ഇതാണൊക്കെ പറഞ്ഞതിന് മണവാള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, റെഡിയാണ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ അവന് ഫൈറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല, അവനും ഫേക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് ഇനി മണവാള എന്താണ് റിപ്ലൈ കൊടുക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഓരോ ദിവസവും കൂടുന്തോറും ഓരോരുത്തരായിട്ട് വന്ന് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.